നീ ഇവിടെ വരുമോ? വസ്തുഭാഗം വെക്കാനുണ്ട്, വാ. വസ്തുഭാഗം വെക്കുന്ന നല്ല രസമുള്ള പരിപാടിയാണ്. യൂട്യൂബ് മുഴുവൻ ഇവിടെ അങ്ങനെ പറഞ്ഞ ഇടണത്. നീ വന്നേ. അങ്കിളിനൊരു വളയില്ല, പ്ലീസ്. ആ, അവിടെ പോയിട്ടെ ബാക്കിയുള്ളത് ഭാഗം വെച്ച് കൊണ്ടുപോവാ. ഇങ്ങോട്ട് വന്നേ. ഭാഗം വെച്ചിട്ട് ഇത്രയല്ലേ എനിക്ക്. ഈ വള എനിക്ക് അമ്മ തന്നതല്ലേ, നിനക്ക് തന്നതല്ലല്ലോ. അങ്ങനെ പറ്റില്ല പാലു, ഇത് എന്റെ വളയാണ്. ഇതെന്റെ വളയല്ലേ, നിന്റെ വളയാണോ? പാലുവിന്റെ വളയല്ലേ, എനിക്ക് അമ്മ തന്ന വളയല്ലേ. നിനക്കൊരു വള തന്നത് എവിടെ? ഇതെന്റെ വളയാ, ഇതെന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്, ആര്യാന്ന്. ആദ്യാന്ന് എഴുതിയ വള എവിടെ? പാലിന്റെ പേരെന്താന്ന് പറഞ്ഞു കൊടുത്തേ ഇവർക്ക്. പേരെന്താ? ക്ഷമിക്കണം, ഞാൻ എന്തെങ്കിലും ചോദിച്ച ഉത്തരം പറയുമോ? കളിക്കാൻ ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ആര്യ, ശരിക്കും ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് വന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ പോസിറ്റീവ്സും നെഗറ്റീവ് ആയിട്ടും കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പാലു ജനിച്ചതിന് ശേഷം കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് പിന്നെ പോസിറ്റീവ് കമൻസ് മാത്രമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു സമൂഹം കുറച്ചുകൂടെ ഇതിനെയൊക്കെ കാണേണ്ട രീതിയിൽ കാണുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹായ് ഹായ്. അത് ശരി. ആദ്യമായിട്ട് ഇതിന്റെ ആർട്ടിക്കിൾ വരുന്നത് വനിതയിലാണ്. അപ്പൊ അതില് കുറച്ച് ബാഡ് കമന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അച്ഛനെയും അമ്മയും ചേർത്ത് വളരെ മോശമായ രീതിയിൽ. ആ പറഞ്ഞവരൊക്കെ തന്നെയായിരിക്കും ഇപ്പൊ പാല് വന്നു വളർന്നു കഴിഞ്ഞപ്പോ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താലും അവർക്ക് കുഴപ്പമില്ല, അത് കാണുമ്പോൾ നല്ല കമന്റ്സും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, കുറെ ആൾക്കാർക്ക് അത് ഇടുമ്പോൾ ഒരു സുഖം കിട്ടും. പിന്നീട് പാല് വന്നതിന് ശേഷം പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ എന്റെയും പാലുവിന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്നവരുണ്ട്. കിളവിക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഒരു കുഞ്ഞുണ്ടായി, ഇനി ഇവര് മരിച്ചു പോയി കഴിഞ്ഞാൽ ആർക്ക് ഇതൊരു ഭാരമല്ലേ, ഈ പെണ്ണിന് ഇതൊരു ഭാരമല്ലേ, അപ്പൊ ഇവള് കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചൊരു അനാഥയല്ലേ. അങ്ങനെ ഇപ്പോഴും കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ ഇൻസ്റ്റയുടെ താഴെ വന്നിട്ട് കുറേയൊക്കെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതിനൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് അമ്മ കണ്ട് മാനസികമായിട്ടൊരു പ്രശ്നമാവണ്ടെന്ന് വെച്ച് ഞാനതങ്ങ് കളയും. അതുകൊണ്ട് ആ കമന്റ് ഇടൽ നിന്നിട്ടൊന്നുമില്ല. പക്ഷെ അമ്മയും പക്വമായിട്ടാണ് ഇത് കണ്ടത്. അല്ല, ഇഷ്ടമാതിരി ഇപ്പൊ രജിഷേട്ടന്റെ തന്നെ ഇന്റർവ്യൂവിന്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ ഇട്ടിട്ടുണ്ട് അവിഹിത അല്ലെങ്കിൽ അത് നമ്മളറിയാത്ത എത്രയോ നമ്മളെ അറിയുന്നവരും അറിയാത്തവരും അതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ അവർ ചിന്തിക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് നമ്മളൊന്ന് കയ്യിലെ കഴിവുകൾ കൊണ്ടല്ല, അത് ഈശ്വരൻ നിശ്ചയിച്ച. ഇപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അതാണ് ഞങ്ങളുടെ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത്. അതുണ്ടേ മാത്രമേ ഉള്ളൂ. എന്തിനാണ് നമ്മൾ ലേഷോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൂവാറ്റുപുഴ കുട്ടികളെ സമാധാന ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു, അവിടെയൊക്കെ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി എത്ര ആളുകൾ ഓടി നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നൽകിയ കാരുണ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ന് ഈ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ അച്ഛനെ അമ്മയും ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെടുന്നു. ഇതിനെല്ലാം കാരണം ഇതുപോലെയുള്ള നമ്മുടെ സൊസൈറ്റിയിൽ ചില കാര്യങ്ങളെ വലിയതായിട്ട് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോ മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും എടുക്കുന്ന ഈ കമന്റ് ഇടുന്ന വ്യക്തി അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ ഞാനിടുന്ന എൻ്റെ ഈ ട്രോളിയ കാര്യം പറഞ്ഞപ്പോൾ ഒരു ട്രോള് സഹിക്കാൻ പോലും ശക്തിയില്ലാത്തവളാണോടി എന്ന് പറഞ്ഞാൽ എൻ്റെ കടി വന്ന് കമന്റ് ഇട്ടു. നമ്മൾ ആ ഒരാളെ ഇപ്പൊ എൻ്റെ മോള് സോഷ്യൽ മീഡിയയിൽ നിന്നത് കൊണ്ടാണല്ലോ എന്നെ ഇപ്പൊ രജിസ്റ്റർ ഇവിടെ വരണതും ഇന്റർവ്യൂ എടുക്കണമൊക്കെ. അപ്പൊ നമ്മൾ അതിനെ ഉൾക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ അതിനകത്ത് തിരുത്തി പറഞ്ഞത്, ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതവും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ അത് തെറ്റാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പാലുവിന് ഫോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞത്. പാലുവിനെ ഇപ്പോഴും ഞാനത് ഈ ഇന്റർവ്യൂവിലും വ്യക്തമായി പറയുകയാണ്, ഞാൻ പാലുവിനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവൾ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈൽ യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു അമ്മയല്ല. എൻ്റെ മൂത്ത ആൾക്ക് ഈ മൊബൈലിൻ്റെ തരംഗമില്ലായിരുന്നപ്പോൾ പോലും ഇവൾക്കൊരു 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഈ വീണ ക്ലാസ്സൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നും ഞാൻ ആര്യയ്ക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്ത് കൊടുക്കും, ആ സമയം കഴിയുമ്പോൾ ഞാൻ വാങ്ങി വെക്കും. അപ്പോഴും ഞാൻ പറയണത് ഞാൻ ഭയങ്കരമായൊരു അമ്മ തന്നെയാണ്. ഭയങ്കര ഒരു എന്ന് പറഞ്ഞാൽ സാധാരണ അമ്മമാരെ പോലെ എപ്പോഴും മോളെ എടുത്ത് പുന്നാരിപ്പിക്കുക, ഉമ്മ വെച്ച് മോളെ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ഇങ്ങനെ മറച്ചു വെക്കുന്ന ഒരു അമ്മയല്ല. എൻ്റെ മോള് തെറ്റ് ചെയ്താൽ ഞാൻ എവിടെ വെച്ച് വഴക്ക് പറയുന്ന ഒരു അമ്മയാണ്. എനിക്കതാണ് ഇഷ്ടം. ഇപ്പം നമ്മളുടെ മക്കളെ വഴക്ക് പറയാൻ നമ്മളേ ഉള്ളൂ. ഇപ്പൊ പുറത്തൊരാൾ വന്ന് ആര്യ വഴക്ക് പറഞ്ഞ ആര്യ ചോദിക്കില്ലേ, നിങ്ങൾ എന്തിനാണ് എന്നെ വഴക്ക് പറയുന്നത്, എൻ്റെ പേരൻസ് ഇല്ലേ? അപ്പം നമ്മുടെ മൊട്ടുകളെ കറക്റ്റ് ചെയ്യേണ്ട നമ്മളല്ലേ? അപ്പം നമ്മൾ ഭയങ്കരയാണെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷയമല്ല. എനിക്ക് 48 വയസ്സായി. അപ്പം ഇനി എൻ്റെ ലൈഫിൽ ഒന്നും എനിക്ക് നേടാനില്ല. എൻ്റെ മക്കളുടെ വളർച്ചകൾ കണ്ട് സന്തോഷിച്ച്
നല്ല അമ്മുമ്മയായി നല്ല ഒരു എന്താ പറയുക ഗൃഹനാഥയായി ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമാകും. അപ്പോൾ അത് മനസ്സിലാക്കുന്ന എനിക്ക് എൻ്റെ മക്കളിൽ നിന്ന് വരുന്ന ഒരു സൊസൈറ്റിയിൽ എൻ്റെ മക്കളെക്കുറിച്ച് മോശം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അമ്മയല്ല ഞാൻ. അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ വഴക്ക് പറയുന്ന ഭയങ്കരമായ ഒരു അമ്മയാണ്. അതിൽ ഞാൻ അഭിമാനത്തോടെ പറഞ്ഞാൽ എൻ്റെ മോളെ എല്ലാവരും മുന്നിച്ച് എന്ത് തെറ്റിയാലും ആര് ചെയ്തത് കറക്റ്റ് ഞാൻ പറയില്ല. ആര്യോട് ഞാൻ അത് സെക്കൻഡ് ഞാൻ പറയും നീ ചെയ്തത് ശരിയായില്ല, നീ അത് പറഞ്ഞത് തെറ്റാണ്. പിന്നെ ആരെയും ഞാൻ വഴക്ക് പറഞ്ഞു, ആരുടെ ക്യാരക്ടറിനെ എനിക്ക് ഒരിക്കലും ഞാൻ വഴക്ക് പറയുന്നില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അവൾക്ക് 10-24 വയസ്സായി, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രാപ്തി അവൾക്കുണ്ട്. പക്ഷേ ഒരമ്മ എന്ന രീതിയിൽ നമ്മൾ അവരുടെ ലൈഫിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഒരു പെൺകുട്ടി എന്ന ലെവലിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ പറയുന്ന ആരെയായിരിക്കും? അല്ല, അച്ഛനമ്മ പറയില്ല. അച്ഛനെ അല്ല പറയുക, അമ്മയെ പറയുള്ളൂ. അമ്മ ശരിയല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലി തിരക്കുമായിട്ട് പോകുന്നൊരു പക്ഷെ അപ്പൊ 24 മണിക്കൂറും അമ്മയോടും ചേർന്നാണ് ഒരു കുഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ അമ്മയിൽ നിന്നാണ് മക്കൾ പലതും പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ കുഞ്ഞിനെ വൃത്തി പഠിപ്പിക്കുക. അവരൊരു കുടുംബിനിയായി ചെല്ലുമ്പോൾ നാളെ അവരുടെ ഭദ്രഗൃഹത്തിൽ അതിനാണോ മകളെ വളർത്തുന്നത്? കല്യാണം കഴിച്ച് ഭദ്രഗൃഹത്തിൽ പോണതാണോ വലുത്? അല്ല, അതെല്ലാം ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഭദ്രഗൃഹത്തിലല്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലവും ഇനി കല്യാണം കഴിക്കാത്ത കുട്ടിയാണ്. നമ്മൾ വിനയത്തോടെ നമ്മുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്തു, നമ്മൾ വൃത്തിയിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുക, ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഒരു സ്ത്രീ എന്നല്ല, ഒരു പുരുഷനായാലും അങ്ങനെ തന്നെ. ഒരു യൂട്യൂബ് ചാനലിലുണ്ട്, ഒരു പുരുഷനാണ്, അദ്ദേഹം ആ അടുക്കളയും ആ ജീവിതത്തെ പരിപാലിക്കുന്നുണ്ട്. ഒരു സ്ത്രീ മാറി നിൽക്കും ഒരു യൂട്യൂബ് ചാനൽ, അദ്ദേഹത്തെ പേരെനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിനൊക്കെയാണ് ഞാൻ ആര്യയെ ഗൈഡൻസ് ചെയ്യുന്നത്. അല്ല ആര്യയുടെ ക്യാരക്ടറിനെയോ ആര്യ ഇത് ചെയ്യരുത് അങ്ങനെ ഒരു പേരൻ്റ് അല്ല ഞാൻ. വഴക്ക് പറയുന്നവരുടെ ആളുകൾ ചിന്തിക്കുന്ന ആര്യക്ക് എന്തൊക്കെയോ സ്വഭാവ ദൂഷ്യമുള്ളതുകൊണ്ട് വഴക്ക് പറയും, അതല്ല ഒരിക്കലും. ആര്യയുടെ ലൈഫിൽ ആര്യ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വഴക്ക് പറയുന്ന ഒരു പേരൻ്റാണ്. പിന്നെ കുറച്ച് മുമ്പുള്ള അവളുടെ കരിയറിനെ എങ്ങനെ കൊണ്ടുപോകണം, എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്ന ഒരു അൾട്ടിമേറ്റ് ലെവലിൽ ഞാൻ അവൾക്കെല്ലാം അവളുടെ കഴിവിനെ റെസ്പെക്റ്റ് ചെയ്ത് ഞാൻ അവളെ വളർത്തിയിട്ടുണ്ട്. ഇനി ആ കരിയർ എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാനുള്ള പ്രാപ്തിയും അവളിലുണ്ട്. അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ മോശമായിട്ട് അമ്മ ചിരിച്ചില്ല, അമ്മ ഭയങ്കര സാധനം, എനിക്കത് വിഷയമില്ല. ഞാൻ ഭയങ്കരയാണെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കള് ഭയങ്കരയാന്ന് പറയരുത്. ഇല്ലേ, എനിക്കിപ്പോൾ ശങ്കർ എൻ്റെ ലൈഫിലുണ്ട്. എനിക്കിനി ജീവിതത്തിൽ മറ്റൊരാൾ എന്നെ ഒരു തരത്തിലും നമ്മളെ സ്വാധീനിക്കില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവരങ്ങനെയല്ല, ഇവരുടെ ലൈഫ് ഇനി നീണ്ടു കിടക്കുക. അപ്പം അതിനാണ് ഞാൻ ആര്യ വഴക്ക് പറയുന്നത്. നമ്മൾ മക്കളോട് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിരിക്കണം. ഇന്ന് നമ്മൾ വാർത്തകളൊക്കെ എടുക്കുമ്പോൾ നടുങ്ങുന്നത് എന്താണ്? പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളെന്താ, അച്ഛന് കഴിക്കാനാണ് അത് ഫുഡ് ഉണ്ടാക്കുന്നത്, അല്ല അച്ഛൻ വരട്ടെ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്താ പറയുക, ഇന്ന് അച്ഛൻ വരട്ടെ നിനക്ക് കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് പേടി വരും, ഇല്ലേ? ഇന്ന് നമ്മുടെ വീടുകളിൽ രാത്രിയായ അച്ഛൻ മദ്യപിച്ച് വരുമെന്നും പറഞ്ഞാൽ പേടിക്കണേ അല്ല, അല്ലേ? നമ്മുടെ മക്കളിൽ നിന്ന് ഏത് തരത്തിലുള്ള ഇതാണ് ഉണ്ടാകണമെന്നൊരു പേടിച്ചാണ് ഒരു അമ്മ ഉറങ്ങണത്, അല്ലേ? ഇപ്പം ഞാൻ ഒരമ്മയാണ്, എനിക്കൊരു മകനുണ്ടെങ്കിൽ ആ വഴിക്ക് പോകുമ്പോഴേ നമ്മൾ മറ്റൊരിടത്ത് കാണുമ്പോൾ അത് കഥയാണ്, ഇല്ലേ? നമ്മുടെ ഒരാളുടെ ജീവിതത്തിൽ കാണുന്നത് കഥയാണ്. പക്ഷെ അനുഭവിച്ചവര്, ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂവിൽ പറയുന്ന രജീഷ് ചേട്ടൻ ചിലപ്പോൾ അതൊരു കഥ പോലെ തോന്നും. പക്ഷെ അനുഭവിച്ച വേദനകളുടെ വ്യാപ്തി ആ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ മക്കളോട് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിരിക്കണം. നമ്മൾ അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് അല്ല, അല്ലേ? നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ, നമ്മൾ 10 രൂപ അവർക്ക് കൊടുക്കുമ്പോൾ 10 രൂപ എന്തിനാ മോനെ, അത് നീ അതെന്തിനാണ് എന്ന് നമ്മൾ ചോദിക്കുന്നിടത്ത് നോ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒരിക്കലും പോകില്ല. അത് നമ്മളെല്ലാം സാധിച്ചും അവന് ഭയമില്ല. വീട്ടിലേക്ക് വന്നാൽ ഞാൻ ഏത് രീതി വന്നാലും ഞാനാണ് എൻ്റെ വീട്ടിലെ രാജാവ്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അവരുടെ മുന്നിൽ ഞാൻ കട്ടാൻ റൈറ്റായിട്ട് കാര്യങ്ങൾ പറയല്ലേ. അപ്പോൾ ഞാൻ എന്തിനാണ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മറ്റ് ലഹരിയോ എന്തെങ്കിലും ഉപയോഗിച്ച് വീട്ടിൽ ചെന്ന് അവരെന്തിനാണ് പേടിക്കണേ? എനിക്ക് പേടിക്കാൻ ആരുമില്ല, ഇല്ലേ? അപ്പോൾ അന്ന് പറഞ്ഞ പോലെ നമ്മുടെ മക്കളെ നമ്മളിപ്പോൾ നാളെ ഇതിനെപ്പറ്റി ട്രോൾ ചെയ്യാലും എനിക്ക് വിഷയമല്ല. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിനോട് എന്നെ ഒരു വ്യക്തി എന്ന ആര്യ പാർവതി എന്ന അമ്മ എന്ന രീതിയിലാണ് എന്നെ എല്ലാവരും അറിയുന്നതും കേൾക്കും. അത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ പാലുവിൻ്റെ അമ്മ. അപ്പോൾ എനിക്കൊരമ്മ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്, നമ്മുടെ മക്കളെ ശാസിക്കേണ്ടടുത്ത് നമ്മൾ ശാസിക്കണം, തെറ്റ് ചെയ്യേണ്ടടുത്ത് അവരെ തിരുത്തണം. നമ്മൾക്ക് മാത്രമേ നമ്മുടെ മക്കളെ തിരുത്താൻ പറ്റുള്ളൂ, സൊസൈറ്റിക്ക് തിരുത്താൻ പറ്റില്ല. അതിന് ഇപ്പം നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവന് 18 വയസ്സായില്ലേ, ചോദ്യം ചെയ്യാൻ എന്തിനാ പോണത്, അവന് പ്രായപൂർത്തിയായില്ലേ, സ്വാതന്ത്ര്യമില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പറയും. പക്ഷേ ആ അമ്മയോ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളീ പറയുന്നവരല്ല അനുഭവിച്ചേക്കുന്നത്, അകത്ത് നിൽക്കുന്ന അമ്മയുടെ വേദന നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ അമ്മയോട് പറഞ്ഞാൽ, ഞാൻ ഭയങ്കരയാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വേദനയെ തരുന്ന കാര്യമല്ല. ആര്യ നല്ല വഴക്ക് പറയുന്ന അമ്മയാണ്. ഇപ്പോഴും ഞാൻ ആര്യ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്.
എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ആര്യയ്ക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞ ആര്യ ഇപ്പൊ സ്വഭാവത്തെ അല്ല, നമ്മൾ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ട ഒരു ജീവിതത്തിലുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ആര്യ വഴക്ക് പറയുക. എനിക്ക് ഈ ഇന്റർവ്യൂവിൽ ഞാൻ പറയണം, നമ്മുടെ മക്കള് നമ്മുടെ അസറ്റാണ്. അതിനെ ഏത് രീതിയിൽ നയിക്കണം എന്ന് നമ്മൾ വേണം തീരുമാനിക്കാൻ. നമ്മൾ അവർക്ക് എല്ലാം സാധിച്ചു കൊടുക്കണം. ഒപ്പം തന്നെ ആ കുടുംബത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഏത് മക്കൾക്കും ഉണ്ടാവണം. അച്ഛൻ, അമ്മ, നമ്മുടെ ബന്ധുക്കൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ ജീവിതത്തിനൊരു പൂർണ്ണതയുള്ളൂ. അല്ലാതെ നമ്മളെ ഒരു പട്ടം പോലെ പറത്തി വിട്ടാൽ എന്ത് സുഖമുള്ളത്. ഇപ്പോൾ ഓസ്കാർ അവാർഡ് കിട്ടിയവർ വല്ലവരും അഭിനന്ദിച്ചു കഴിഞ്ഞാൽ ആ ഓസ്കാരം കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കാത്തിരിക്കാൻ ഒരാളിലെ കുടുംബം ഇല്ല, ഉണ്ടോ? ഇല്ല. ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം. അത് ഞാനിപ്പോൾ രതീഷായിട്ട് ഇത് ഒത്തിരി സംസാരിക്കുന്നതല്ല, നമ്മൾ കാണുന്ന ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും, ഇല്ലേ? അതുകൊണ്ട് ഞാനിത് പറയണം. അല്ല ഞാൻ ഒത്തിരി സംസാരിക്കണമെന്നല്ല. നമ്മൾ നമ്മുടെ മക്കളെ കുറച്ചും കൂടെ നമ്മളാണ് വലുത്, അല്ല അവരല്ല വലുതെന്ന് രീതിയിൽ ഈക്വാലിറ്റി ഒക്കെ നല്ലതാണ്. അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാം. പക്ഷേ നമ്മുടെ മേലെ അല്ല അവരൊരിക്കലും. അവരെ തുറന്നു വിടണം. പക്ഷേ പട്ടത്തിൻ്റെ ചരട് നമ്മുടെ കയ്യിൽ ഇരുന്നാൽ ഈ സൊസൈറ്റിയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ ഈക്വാലിറ്റി അത് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് നിരന്തരം മാധ്യമങ്ങളിലൂടെ വേദനകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഷുവറാണ്. ഇതിന് എത്ര പേരെന്നെ ഇതിന് ട്രോൾ ചെയ്യാൻ കുഴപ്പമില്ല. അല്ല, എനിക്ക് വേദനയില്ല. അതുപോലെ ഞാൻ പറയുന്ന ഈ കുട്ടികൾ മരിക്കുന്ന കാര്യത്തെ പറഞ്ഞതും അതൊരു അമ്മ എന്ന രീതിയിലുള്ള വിങ്ങലാണ്, ഇല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കിടന്ന ഉറക്കം വരില്ല. സത്യം. നമ്മൾ ആ സ്ത്രീയെക്കുറിച്ചാണ് ചിന്തിക്കുക, അല്ലേ? അവരെന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും, അല്ലേ? ഒരു അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന വേദനകൾ നമ്മുടെ ബാല്യത്തൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുണ്ട്. ഇപ്പം പല വീട്ടുകളിലും ഇന്ന് മറ്റ് കുട്ടികൾ എങ്ങനെയായിരിക്കും ഇന്ന് വൈകുന്നേരം വരുന്നതെന്നൊരു ചിന്ത പേറി ജീവിക്കുന്ന ഒത്തിരി അച്ഛനമ്മമാരുണ്ട് ഈ സമൂഹത്തിൽ. അവരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ തന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയം. ഇതിന്റെ പേര് ട്രോൾ ചെയ്യാൻ എനിക്കും കുഴപ്പമില്ല. പക്ഷേ ആര്യ എങ്ങനെ പറയിപ്പിക്കണ്ടായിരുന്നു അല്ല, അമ്മയെ കൊണ്ട്. അറിയാം, അതാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതാ.